എല്ലാവരും കരങ്ങളെ കടിച്ചൊന്ന്. ആമേൻ. അസാധ്യമായി എനിക്കൊന്നുമില്ല, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തിരം. അസാധ്യമായി എനിക്കൊന്നുമില്ല, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തിരം. ബുദ്ധിക്കധീനമത്യത്ഭുതങ്ങളാൽ എൻ്റെ ദൈവം എന്നെ നടത്തുന്നു. ബുദ്ധിക്കധീനമത്യത്ഭുതങ്ങളാൽ എൻ്റെ ദൈവം എന്നെ നടത്തുന്നു. സാധ്യമേ, എല്ലാം സാധ്യമേ, എൻ യേശുവൻ കൂടെയുള്ളതാ. സാധ്യമേ, എല്ലാം സാധ്യമേ, എൻ യേശുവൻ കൂടെയുള്ളതാ. ഭാരം പ്രയാസങ്ങൾ വന്നിടിലും തെല്ലും കുലുങ്ങുകയില്ല ഇനി. ഭാരം പ്രയാസങ്ങൾ വന്നിടിലും തെല്ലും കുലുങ്ങുകയില്ല ഇനി. ബുദ്ധിക്കധീനമാം ദിവ്യ സമാധാനം എൻ്റെ ഉള്ളത്തിൽ അവൻ നിറയ്ക്കുന്നു. ബുദ്ധിക്കധീനമാം ദിവ്യ സമാധാനം എൻ്റെ ഉള്ളത്തിൽ അവൻ നിറയ്ക്കുന്നു. സാധ്യമേ, എല്ലാം സാധ്യമേ, എൻ യേശുവൻ കൂടെയുള്ളതാ. സാധ്യമേ, എല്ലാം സാധ്യമേ, എൻ യേശുവൻ കൂടെയുള്ളതാ. സാധാന്യ ശക്തികളെ ജയിക്കും ഞാൻ, വചനത്തിൻ ശക്തിയാൽ ജയിക്കും ഞാൻ. സാധാന്യ ശക്തികളെ ജയിക്കും ഞാൻ, വചനത്തിൻ ശക്തിയാൽ ജയിക്കും ഞാൻ. ബുദ്ധിക്കധീനമാം ശക്തി എന്നിൽ നിറച്ചെന്നെ ജയാളിയായി നടത്തുന്നു. ബുദ്ധിക്കധീനമാം ശക്തി എന്നിൽ നിറച്ചെന്നെ ജയാളിയായി നടത്തുന്നു. സാധ്യമേ, എല്ലാം സാധ്യമേ, എൻ യേശുവൻ കൂടെയുള്ളതാ. സാധ്യമേ, എല്ലാം സാധ്യമേ, എൻ യേശുവൻ കൂടെയുള്ളതാ. അസാധ്യമായി എനിക്കൊന്നുമില്ല, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തിരം. അസാധ്യമായി എനിക്കൊന്നുമില്ല, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തിരം. ബുദ്ധിക്കധീനമാം അത്യത്ഭുതങ്ങളാൽ എൻ്റെ ദൈവം എന്നെ നടത്തുന്നു. ബുദ്ധിക്കധീനമാം അത്യത്ഭുതങ്ങളാൽ എൻ്റെ ദൈവം എന്നെ നടത്തുന്നു. സാധ്യമേ, എല്ലാം സാധ്യമേ, എൻ യേശുവൻ കൂടെയുള്ളതാ. 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 ദൈവം നമ്മോട് കൂടെ ഉള്ളപ്പോൾ സകലതും സാധ്യമാണ്. നിങ്ങൾ ഏത് സാധ്യങ്ങളുടെ നടുവിലായിരുന്നാലും ഒരു ഉറപ്പ് ഞാൻ പറയാം, കർത്താവ് കൂടെ ഉണ്ടോ, സകലതും സാധ്യമാണ്. യേശു എപ്പോഴും ആരാധനയ്ക്ക് യോഗ്യനാ. ആമേൻ. നമുക്ക് ഒരുമിച്ച് സകലതും സാധിപ്പിച്ചു നൽകി തരുന്ന ആ ദൈവത്തെ ഒന്ന് ഹൃദയം നിറഞ്ഞൊന്ന് നമുക്കൊന്ന് ദൈവത്തെ സ്തുതിക്കാം. യേശുവിൻ നാമത്തിന് ആരാധന. അവൻ രാജാതി രാജാവാണ്, കർത്താതി കർത്താവാണ്. അവൻ സൈന്യങ്ങളുടെ യഹോവയാം ദൈവമാണ്. ഒന്നും അവനിൽ നിന്ന് മറഞ്ഞിരിക്കുന്നില്ല. ഇന്ന് ഈ ആരാധനയുടെ ഇടയ്ക്ക് ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ വിഷയങ്ങൾ ആരും അറിയുന്നില്ല, എൻ്റെ പ്രാർത്ഥനകൾ ദൈവം കേൾക്കുന്നുണ്ടോ എന്ന് വിഷമിച്ചാൽ നിങ്ങൾ ഇരിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് സ്വർഗത്തിലെ ദൈവം നിങ്ങളോട് ഇടപെടാൻ പോവുകയാണ്. ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങൾക്ക് വേണ്ടി വഴികൾ തുറക്കാൻ പോവുകയാണ്. എത്ര വലിയ അടഞ്ഞു കിടക്കുന്ന വാതിലുകളാണെങ്കിൽ താമ്രവാതിലുകൾ ഉടയ്ക്കുന്ന ആ ദൈവ സാന്നിധ്യം നിങ്ങളായിരിക്കുന്ന ഇടത്ത് അത് ഇറങ്ങി വരട്ടെ ഞാൻ പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ജീസസ്. Thank you Lord. Hallelujah. Oh ഒന്ന് അന്യഭാഷയിൽ ഒന്ന് ദൈവത്തിന് സ്തുതിച്ചാട്ടെ. Hallelujah. അതിൽ ദൈവത്തിന്റെ സാന്നിധ്യം നിങ്ങളുടെ മുറികളിൽ ഇറങ്ങി വരട്ടെ, നിങ്ങളുടെ ഭവനങ്ങളിൽ ഇറങ്ങി വരട്ടെ. Hallelujah. നിങ്ങളുടെ ഹൃദയത്തെ തണുപ്പിക്കട്ടെ. ഒരുമിച്ച് 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 Thank you Lord. യേശുവിൻ നാമത്തിൽ ആരാധന, രാജാതിരാജ വിരാരാധന.
യേശുവിൻ നാമത്തിനാരാധന, രാജാധിരാജാവിനാരാധന. എല്ലാ പ്രശംസയ്ക്കു യോഗ്യൻ നീയേ, പാടുന്നു ഞാനങ്ങേയ്ക്ക് ആരാധന. അങ്ങയ്ക്ക് തുല്യനായി ആരുമില്ല, നീയല്ലാതെ വേറെ ദൈവമില്ല. നിൻ മുൻപിൽ മാത്രം ഞാൻ വണങ്ങിയിടുന്നു, നീയാണ് ദൈവമേ എൻ പിതാവേ. Praise the Lord. ദൈവവചന ചിന്തയിലേക്ക് നമുക്ക് നമ്മുടെ ശ്രദ്ധയെ കേന്ദ്രീകരിക്കാം. Today we're going to look through Luke chapter 8 verse 43 to 46. ലൂക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായത്തിന്റെ 43 മുതൽ 46 വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ ഇന്ന് ശ്രദ്ധിക്കുന്നത്. ഒരുപക്ഷെ നാം ഒത്തിരി പ്രാവശ്യം വായിച്ചിട്ടുള്ളതായിരിക്കാം, ഒത്തിരി സന്ദേശങ്ങൾ കേട്ടിട്ടുള്ളതായിരിക്കാം. But still today morning God wants to speak to you something very specific. അതിനായി നമുക്ക് നമ്മുടെ ഹൃദയങ്ങളെ സമർപ്പിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായത്തിൽ we see an incident where there is a sinful woman. 8-ാം അധ്യായത്തിൽ ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന ഭാഗത്തേക്ക് വരുമ്പോൾ there is another woman who is bleeding, a bleeding woman, രക്തസ്രവമുള്ള ഒരു സ്ത്രീ. ഈ രണ്ട് ഭാഗത്തും interestingly we see people whose names are not mentioned, but they are mentioned as per their weakness or as per their sickness. Chapter 8 verse 40 about a bleeding woman. ഒരു രക്തസ്രവമുള്ള ഒരു സ്ത്രീയുടെ അനുഭവം നമ്മൾ കാണുന്നാൽ അതിനു മുമ്പ് യേശു ഒരു വലിയ മിനിസ്ട്രി കഴിഞ്ഞിട്ട് തിരിച്ച് നാട്ടിലേക്ക് വരികയാണ്. ഭൂതഗ്രസ്തന്റെ ഭൂതത്തെയൊക്കെ പുറത്താക്കി സ്വതന്ത്രനാക്കിയതിന് ശേഷം തിരിച്ച് നാട്ടിലേക്ക് വരുന്ന യേശുവിൻ്റെ അടുത്തേക്ക് a lot of people come together and says one man comes and says my little girl is not well, can you come home? So Jesus says, okay, ഞാൻ നിങ്ങളുടെ കൂടെ വരാമെന്ന് പറഞ്ഞ് യേശു ക്രിസ്തു പോകുന്നു. there's a lot of people, crowd pressing him. അങ്ങനെ ആളുകളുടെ ആ പ്രസ്സിങ്ങിൻ്റെ ഇടയ്ക്കൂടെ നടന്നു പോകുന്ന യേശുവിനെ നമുക്ക് കാണാം. അങ്ങനെ നടന്നു പോകുന്നതിൻ്റെ ഇടയ്ക്ക് രക്തസ്രവമുള്ള സ്ത്രീ തന്നെ ഇഴച്ച് ആളുകളുടെ ഇടയിലൂടെ വന്ന് യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങൽ തൊടുന്നു. Immediately she is healed and Jesus calls her to the front and Jesus starts to talk to her. അപ്പോൾ ഇതാണ് ആ എൻറ്റയർ ഇൻസിഡൻറ്റ് നമുക്കറിയാം. അപ്പോൾ നമ്മൾ പറഞ്ഞ ഈ അനുഭവം നടക്കുന്നത് ഒരു വഴിയരികിലാണ്. ഇറ്റ്സ് ഹാപ്പനിങ്, ദി എൻറ്റയർ ഇൻസിഡൻറ്റ് ഈസ് ഹാപ്പനിങ് ഓൺ ദ വേ. സോ അതുകൊണ്ട് ടുഡേ ഐ വാണ്ട് ടു കോൾ ദിസ് മെസ്സേജ് ഓൺ ദ വേ. എല്ലാവരും പറഞ്ഞാട്ടെ, ഓൺ ദ വേ, വഴിയരികിൽ വെച്ച് നടക്കുന്ന ഒരു അനുഭവം. വി സീ ദി സ്റ്റോറി ഇൻ 2 other ഗോസ്പൽസ്. മാത്യുവിൻ്റെ ഗോസ്പലിൽ നമുക്ക് കാണാം, മർക്കോസിൻ്റെ സുവിശേഷത്തിലും നമുക്ക് ഈ അനുഭവത്തെ നമുക്ക് കാണാൻ കഴിയും. എന്നാൽ ഈ ലൂക്കോസിൻ്റെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടെ സൂംഡ് ഇൻ ഒരു വേർഷൻ നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും. ലൂക്കോസിൻ്റെ സുവിശേഷം 8:43 ഇങ്ങനെ പറയുന്നത്, the woman in the crowd had suffered for 12 years with constant bleeding. Take a note of that. And she could find no cure. 43-ാം വാക്യം പറയുന്നത്, there is a woman who had constant bleeding. മർക്കോസിന്റെ സുവിശേഷത്തിൽ പറഞ്ഞ, she tried all possible treatment but find no hope. Can you imagine a lady, a woman who is constantly bleeding for 12 years? Not just a week, not just a month, not just 2 or 3 years, but for 12 long years. It's so painful. Blood where she sits, blood where she walks. If you look into the tradition in the Old Testament, we see anybody who is having an issue of blood or constant bleeding, they are thrown away, they are thrown out. Anybody who touches her gets unclean, anybody who talks to her gets unclean, anybody who trying to help her gets unclean. അങ്ങനെ നോക്കിയാൽ 12 വർഷമായിട്ട് വളരെ ദുരിതം അനുഭവിക്കുന്ന ഒരു സ്ത്രീ, പുറന്തള്ളപ്പെട്ട ഒരു ഔട്ട്കാസ്റ്റായി അൺക്ലീൻ ആയിട്ടുള്ള
ഒരു സ്ത്രീ. 12 years ഓഫ് ഐസൊലേഷൻ. നമുക്കിപ്പോൾ മനസ്സിലാകുന്ന ഭാഷ പറഞ്ഞാൽ 12 years ഓഫ് ക്വാറന്റീൻ. 12 വർഷമായിട്ട് away from home maybe. Anyway, far away, living in isolation. No support, no help, no cure, no care for something that she did know or she did not know. Ceremonially unclean, thrown away. Let me stop there and tell you, where people throw you away, God will make a way. I don't know how many of you get it. When people throw you away, God makes a way for you. And she's on the way. She's unclean. But little did she know that the place where she is thrown away will become the space where she will meet Jesus. 12 വർഷം മുമ്പ് പുറന്തള്ളപ്പെട്ടപ്പോൾ, എൻ്റെ കൂടെ ഭാവനയിൽ ഒന്ന് ചിന്തിക്കണമേ. 12 വർഷം മുമ്പ് സ്ത്രീയെ പുറന്തള്ളപ്പെട്ടപ്പം പുറത്ത് കിടക്കുന്ന ആ സ്ത്രീ പാനിക്കിങ് ആൻഡ് ഷീ ഡിഡ് നോട്ട് നോ വെയർ ടു ഗോ. പക്ഷേ 12 വർഷത്തിന് മുമ്പ് തള്ളപ്പെട്ടപ്പോൾ അവൾ അറിഞ്ഞിരുന്നില്ല, 12 വർഷത്തിന് ശേഷം ഷീ ഈസ് ഗോണ മീറ്റ് ഹർ സേവിയർ ഇൻ ദ സെയിം പ്ലേസ് വെയർ ഷീ ഈസ് ത്രോൺ അവേ ടുഡേ. She did not know the same reason of her rejection will become the reason for her to meet her Redeemer. Your rejection story, the reason of your rejection will become His story of redemption. Let our rejection become His redemption if you can be where God wants you to be. നമ്മുടെ ദുരിതങ്ങളും നമ്മുടെ സാഹചര്യങ്ങളും നമ്മുടെ മുറിവുകളും ദൈവത്തെ കണ്ടുമുട്ടുവാനുള്ള മുഖാന്തരമായി മാറട്ടെ. ഈ 2021 നമ്മുടെ നിരാശകൾ കൊണ്ട് let not make our brokenness or our situation or our bank balance or our financial crisis or our sickness make a reason for us to murmur or crumble or be angry with God. No, let us make our situation a reason for us to meet Jesus. 12 years of isolation, 12 years of constant bleeding, 12 years of no love, no support, rejected, but she didn't know. Her rejection will turn into our redemption. The place where you are left out, the place where you thought everybody left you, you are left out like an orphan. There's no love, there's no care by the people whom you thought would, but they did not. Your rejection will become His redemption. The Bible tells us in Mark chapter 5:26, the Bible says, this woman has suffered a great deal. നമ്മുടെ അനുഭവങ്ങളൊന്ന് ചിന്തിച്ചു. If I look back and think, it was my right to be loved, it was my right to be hugged, it was my right to be cared for, but I was left untouched and uncared. Just like this woman who had all the right to be loved, but she is on the way. But let me tell you this, she was on the way, but she was going to meet the way. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ 1-ാം വാക്യം പറയുന്നു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും, I am the way. And she is on the way towards meeting the way. Our God is so good. Our God is so good. Matthew chapter 11 verse 28, Jesus says, come to me, all those who are weary. ലൂക്കോസിന്റെ സുവിശേഷം 8:44 നമ്മൾ വരുമ്പോൾ we see this woman came behind Jesus. യേശുവിൻ്റെ പുറകിൽ വന്ന് slipped through the crowd, dragged herself to Jesus. Every one of us wants to be touched. Everyone wants a touch. But how many of us are willing to drag ourselves to Jesus? I want to ask you, how many of us are willing to drag yourself to Jesus like this woman? If the sick woman who is dragging herself, and we see blood stains as she drags herself to Jesus, we see the desperation of healing. We see the desperation of this woman. Let me tell you with all humility, many a times we don't receive our breakthroughs because we are unwilling to touch Him. We are so busy in all the other things. We are engaged in other things. We are engaged in complaining maybe. We are engaged in other things. I do not know, but this morning, good news, my dear people of God. Look at this woman. Woman dragged herself to Jesus. Constantly bleeding. Bible tells us constantly bleeding. So that means when she was dragging herself, there should be a blood trail. There should be a blood trail where she was going. വരുന്നിടത്ത് രക്തത്തിൻ്റെ പാടുകൾ ഉണ്ടായിരുന്നിരിക്കാം. ഭാവനയിൽ എന്നോടുകൂടെ കാണണമേ ഇത്. She's coming. The Bible tells us she was constantly bleeding. So she's dragging herself slowly through the crowd, moving away, and she's coming to touch Jesus. I think people there might have made bad comments or words of disgust. People shaking their head, like sometimes when it happens to us too. But that did not stop her. She kept going. She kept going and she kept going. And she touched Him. And the Bible tells us the moment she touched Him, immediately the bleeding stopped. We too have these kind of trails. Blood trail allayirikam, pakshe different trials aayirikkum.
It might not be trails, but it could be trials that we go through, that we carry on the way. And there is a mark of trials, one after the other, that we face in our life, just like this woman. But let me tell you this, people of God, may it be trails or may it be trials, it can be stopped immediately at one touch of Jesus. യേശുവിന്റെ ഒരൊറ്റ സ്പർശനത്തിൽ അല്ലെങ്കിൽ നാം യേശുവിനെ തൊടുന്ന ആ നിമിഷം trials or trails can be stopped. But are we willing to drag ourselves? How willing are we when we come to Jesus? പലപ്പോഴും നമ്മൾ പറയും, let me have a breakthrough, then I'll come. No. 2021, let our perspectives be changed. Let our understandings be changed. Let our attitudes be changed this new year. 12 years. 12 വർഷം എന്ന് പറഞ്ഞാൽ 144 മാസം, 4320 ദിവസം. 4321 ദിവസം അവൾ എഴുന്നേറ്റ സമയത്ത് സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ ദിവസം കഴിഞ്ഞു കൂട്ടി ആ ദിവസം അവസാനിപ്പിക്കാമായിരുന്നു. അത് 4321 ഒരു സാധാരണ ദിവസമാകാമായിരുന്നു. അല്ല, a brand new day one. സൗഖ്യമായ പുതിയ ദിവസവും അല്ല, രോഗത്താൽ ഭാരപ്പെടുന്ന മറ്റൊരു ദിവസവുമായി അവർക്ക് ചിന്തിക്കാമായിരുന്നു. ചോയ്സ് വാസ് ഹേഴ്സ്, ബട്ട് ഇറ്റ് ഡിമാൻഡ്സ് ഫെയ്ത്ത്. 45 വാക്യത്തിൽ യേശു ചോദിക്കുക, ഹു ടച്ച്ഡ് മീ? ക്വസ്റ്റ്യൻ, ഡിഡ് ഷീ ടച്ച് ജീസസ്? യേശുവിനെ ശരിക്കും ഈ സ്ത്രീ സ്പർശിച്ചായിരുന്നോ? സ്പർശിച്ചോ? പത്രോസ് പറയുന്നുണ്ട്, കർത്താവേ, യജമാനെ, there are a lot of people pressing you. What are you asking? Who touched you? ഇത്ര ജനങ്ങളുടെ ഇടയ്ക്ക് അങ്ങേ സ്പർശിച്ച, അങ്ങേ തൊട്ടത് ആരെന്ന് എന്താ ഈ ചോദിക്കുന്നത്? പക്ഷേ യേശു പറഞ്ഞു, ആരോ എന്നെ തൊട്ടു. There is a big difference between pressing. People were pressing him from all sides, but she touched him. There is a difference between pressing and touching. സമയത്തിന്റെ പരിമിതി കൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. എന്നാൽ I want you to know, she did not touch Jesus. വസ്ത്രത്തിന്റെ തൊങ്ങലാണ് അവൾ തൊട്ടത്. You know what faith is? Faith is to believe that a cloth is enough. വിശ്വാസം എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാം? കർത്താവേ, ആ വസ്ത്രത്തിന്റെ തൊങ്ങൽ എനിക്കൊന്ന് തൊട്ടാൽ മതി. That is faith. Faith is to believe that the cloth is enough. This woman couldn't see Jesus because she was on the ground dragging herself to Jesus. She couldn't see him. Jesus was going through the crowd. Crowd was surrounding him and she was dragging. She couldn't see. So today God is asking, can you worship him without seeing? Can you praise him without seeing? Because faith demands it, not seeing. We can touch him too through our worship, through our praise, through our repentance. We are touching him. We are touching that cloth and say, God, that is enough for me. Because miracle is not for the pressing one, but miracle is for the touching one. She comes into the front and Jesus asks her, who is it? Jesus asks, who touched me? And then finally she surrendered and she comes in front of Jesus and Jesus is looking at her and Jesus, and she's like, yeah, it is me who touched. Can you see? നമുക്കൊന്ന് ചിത്രീകരിക്കാൻ പറ്റുമോ? Where did she testify? എവിടെ വെച്ചാ അവർ സാക്ഷ്യം പറഞ്ഞത്? She did not wait for another meeting, or she did not wait for another time, another opportunity. No, she testified on the way. It is the same place she was rejected 12 years ago. It is the same place where she was scared and panicky and did not know where to go. It is the same place she is testifying that I am healed today. It is the same way where she was thrown by saying, you are sick, you are not good, you are useless. And it is the same way she is testifying in front of the Savior saying, God, I am healed today because of you, because I touched you. Jesus is asking you this morning, with the place where you're weak is the space where he is strong, my dear people of God. So if you notice, the whole incident happened on the way. നമ്മൾ ഈ കേട്ട entire story നടന്നത് is on the way. She was rejected on the way. Today she is redeemed on the way. Verse 48, Message version says, live well and live blessed, for your bleeding stops here. It stops here. ദൈവമക്കളെ, it takes faith to come to Jesus. നമ്മൾ ഈ സ്ത്രീയുടെ അനുഭവം ചിന്തിക്കുമ്പം ഐ വോണ്ട് യു ടു നോ ദർ ഇസ് റിസ്ക് ഇൻ ഫെയ്ത്ത്. ഫെയ്ത്തിൻ്റെ അകത്ത് ഒരു റിസ്ക് ഉണ്ട് ദൈവമക്കളെ. നമ്മളൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് ഈസി ഫോർ ഹെർ ടു കം. ഷീ ഈസ് വയലേറ്റിംഗ് എ ലോ. ദ വുമൻ ഈസ് കമ്മിങ് ത്രൂ ദ ക്രൗഡ് ടു ടച്ച് ഹിം. ഷീ ഷുഡ് ബി സ്റ്റോൺ ടു ഡെത്ത്. കല്ലേറിനാൽ കൊല്ലപ്പെടാമായിരുന്ന സാഹചര്യത്തിലാണ് ഷീ ഡ്രാഗ്ഡ് ഹെർസെൽഫ്. ദ വുമൻ ഹു ഈസ് സപ്പോസ്ഡ് ടു ബി ഔട്ട്സൈഡ് ദ ക്യാമ്പ് ഡ്രാഗിങ് ഹെർസെൽഫ് ടു ജീസസ്. പിന്നെ വേറൊരു ചോദ്യം, സൗഖ്യമാവും എന്നെ ഉറപ്പ്? നിനക്ക് നേരത്തെ സൗഖ്യം കിട്ടിയിട്ടുണ്ടോ? നോ. നീ കണ്ടിട്ടുണ്ടോ? ഇല്ല. നിന്നോട് സൗഖ്യമായ ആരെങ്കിലും നിന്റെ അടുത്ത് വന്നിട്ട് സംസാരിച്ചിട്ടുണ്ടോ? No, nobody comes near me because I'm unclean. But what is the guarantee that you will be healed? What is the guarantee? There is a risk in faith. She knew and she knew and she knew. And Jesus says, live well and live blessed, for your bleeding stops today. How did Jesus know this? You know what, my dear people of God? Jesus said this because
in few days time he will be bleeding. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം തൻ്റെ അവസാന തുള്ളി രക്തം വരെ യേശു വാർന്നൊഴിക്കപ്പെടുവാൻ പോകുന്നെന്ന് യേശുവിനറിയാം. I will be bleeding my last drop for you, so your bleeding stops today. I will be suffering for you, for I know you suffered a great deal. നീ ഒരു ഒത്തിരി സഹിച്ചു എന്ന് എനിക്ക് അറിയാവുന്നതുകൊണ്ട് I am going to suffer for you so that you will not need to suffer anymore. And your suffering stops today. You dragged yourself to me today. Few days time I will be dragged so that you will never need to be dragged again. Daughter, your blood trail stops here. നീ വന്നപ്പം നിന്റെ രക്തക്കറകൾ ഒരുപക്ഷെ വന്ന പാതയിൽ ഉണ്ടായിരുന്നിരിക്കും, എന്നാൽ ഇനി മുതൽ ഇറ്റ് ഈസ് സ്റ്റോപ്പിംഗ് ഹിയർ. യു നോ വൈ? ഇൻ ഫ്യൂ ഡേയ്സ് ടൈം ഐ വിൽ ബി ഡ്രാഗ്ഡ് ആൻഡ് there's another blood trail that you will see. There's another blood trail that's going to happen, and that blood trail shows to you that you don't need to have that trail anymore. The blood trail that you're going to see in few days time secures your deliverance, secures your freedom, secures your miracle. ഇന്ന് നീ വന്നപ്പോൾ ഒരുപക്ഷെ ഒത്തിരി മുറിവുകളുടെ ഭാരക്കെട്ടുകളുമായിട്ടായിരിക്കും നീ വന്നാൽ, അല്പനാളുകൾക്ക് ശേഷം ഞാനൊരു ഭാരം എടുക്കുവാൻ പോവുക. So that you will not have to take up that burden or that weight again, because I'm going to bleed for you, daughter. Jesus said. Looking at her when she was right in front of him, he looked at her and said this whole thing, looking into her eyes, saying, I'm going to bleed for you. For the last 12 years you were judged by people, left, right, center. But in few days time I'm going to stand in front and people are going to judge me, and your judgment stops today. And after all of that, few hours before my death, I'm going to carry a cross to the mountain. And you know what is the best part? Jesus saying, I'm going to carry this cross to the mountain through the way. ഏത് പാതയിലാണോ നീ ഇത്രയും നാൾ കിടന്നിരുന്നത് മകളെ, I'm going to carry the cross through the way, and my blood going to drip down on this way as I carry this cross to the mountain. It speaks louder to you that your healing is secure, that your freedom is secure, that you don't need to bleed again, because I'm going to bleed through the way where you are rejected, you were thrown away, and rejected is the same way. I'm going to walk carrying this cross, dripping and bleeding through this way. And when I am on the way carrying this cross, leaving a trail of blood as I walk, you will remember this was all for you. ദൈവമക്കളെ, ഈ 2021 let us remember the Jesus who died for us. ദൈവമക്കളെ, the entire story today we learned is for you to understand and remember what Jesus has done for you. ഈ 2021 നമുക്ക് നമ്മുടെ കർത്താവ് ചെയ്തതിനെ നമുക്കൊന്ന് ഓർക്കാൻ കഴിയുമോ? Can we just look and remember what the Lord Jesus has done for us? He has bled out on the cross for you and for me. ആ യേശുവിനെ ഓർക്കുവാൻ നമുക്ക് ഈ വർഷം കഴിഞ്ഞാൽ, ആ യേശുവിനെ ഓർത്ത് ഈ വർഷം ആരംഭിക്കുവാൻ കഴിഞ്ഞാൽ, I believe victory and miracle and wonder will follow. 12 years of her constant bleeding stopped in less than 12 seconds when she touched. ആ വസ്ത്രത്തിൻ്റെ തൊങ്ങൽ തൊട്ടപ്പോൾ സൗഖ്യം ആ സ്ത്രീക്ക് ലഭിച്ചുവെങ്കിൽ ഇന്ന് വിശ്വസിക്കുന്ന നിങ്ങൾക്കും എനിക്കും അങ്ങനെ ഒരു അനുഭവം ഉണ്ടാകുവാൻ കർത്താവും ആഗ്രഹിക്കുന്നു എങ്കിൽ can we take a step and drag ourselves to Jesus? ആ യേശുവിൻ്റെ സന്നിധിയിലേക്ക് നമ്മളെ തന്നെ ഒന്ന് ഇഴച്ച്, കർത്താവേ, I am coming to you no matter what, dragging ourselves to prayer, dragging ourselves to church, dragging ourselves for cell group meeting, dragging ourselves for fellowship and community and to God's word. Can we do that this morning? അങ്ങനെയെങ്കിൽ God is going to do a miracle for you also. ഇന്ന് രാവിലെ specifically I want to pray for everybody who is going through sickness. രോഗത്താൽ ഭാരം അനുഭവിക്കുന്നവർക്ക് വേണ്ടി ഇന്ന് പകൽ പ്രാർത്ഥിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ദൈവം നിങ്ങളെ സൗഖ്യമാക്കും. God is going to heal you. If that woman who had the issue of blood take a step of faith and come to Jesus and say, God, if I touch you, I'll be healed, and then she was healed. God can heal you also this morning. I want to pray with you. I want to pray for you today, this morning. കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. കർത്താവേ, we come to you this morning, Lord. Just like this woman who was thrown away and you made a way, who was on the way, who met the way. Today we come to you, Lord Father, with all the trails and trials in our lives. ഞങ്ങളുടെ ജീവിതത്തിലെ ദുരിതങ്ങൾ, ഭാരങ്ങൾ, പ്രയാസങ്ങളുമായി കർത്താവേ അങ്ങയുടെ സന്നിധിയിലേക്ക് വരുന്നു. We don't need to carry it anymore because you took up our burdens, our pain, our suffering, our sickness on the cross, and you bled out to the last drop of your blood for our healing, for our deliverance. And those blood that you shed stood and stand and will stand as a testament of our deliverance and our healing.
And I want to pray this morning for people who are suffering from sickness, any kind of sickness in their body, in their life, in Jesus' name, no matter how long or how hard it is. I pray and I believe in the report of the Lord. We pray together in the name of Yeshua. We pray for a healing right now. Let your healing power touch them right now and let them be healed in Jesus' mighty name. Thank you, Lord. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ സൗഖ്യം കൽപ്പിക്കുന്നു. കർത്താവ് അത് ചെയ്തിരിക്കുകയാണ്. നന്ദി. Father, the place where we are weak is the place where you are strong, Lord. And we believe that you are going to do that in our life. And we believe our miracle is on the way. We give you glory. In Jesus' name we pray. Amen. Remember, God is willing to stop for you and heal you. Jesus did not walk away. She was touched and she was healed. Jesus did not walk. Jesus stayed, and Jesus looked around and saw her and said, what happened? Tell me. Because Jesus wanted to make sure, ഏത് സ്ഥലത്താണോ നീ ഇത്രയും നിരാശ അനുഭവിച്ചത്, ഏത് സ്ഥലത്താണോ നിന്നെ തള്ളിക്കളഞ്ഞത്, which place where you were rejected, I want to write my redemption story right there. Jesus stopped, looked and asked her, tell me what happened. And she said, I'm healed. May this be your story for today, for this month and for this year. May God bless you. Have a beautiful day with Jesus. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. May God bless you and keep you. May the Lord make his face shine upon you and be gracious to you. May the Lord lift up his countenance. He remember you and give you shalom.